നമ്മൾ ഒരുപാട് മൂവീസിലൊക്കെ കണ്ടിട്ടും കേട്ടതുമാണ് കുന്നത്തൂർ ആനക്കോട്ട. അപ്പം ഞങ്ങൾ ഇന്ന് എന്തായാലും നമ്മൾ തിരിച്ച് ചങ്ങനാശ്ശേരിക്ക് പോകും. അപ്പം എന്തായാലും ചാവക്കാട് വരെ വന്നതല്ലേ, കുന്നത്തൂർ ഗുരുവായൂർ വരെ വന്നതല്ലേ, കുന്നത്തൂർ ആനക്കോട്ട കാണാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളിപ്പം അത് വിസിറ്റ് ചെയ്യാനായിട്ടാണ് ഗൈസ് വന്നിരിക്കുന്നത്. ഇവിടെ ഒരുപാട് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ ഒരുപാട് തിരക്കൊക്കെ ഉണ്ട് ഗൈസ്. നമ്മുടെ ഗുരുവായൂർ അമ്പലം ഇതിൻ്റെ അടുത്തല്ലേ. അപ്പോൾ വരുന്നവർ ഈ ഒരു ആനക്കോട്ടയുടെ കണ്ടിട്ടേ പോകത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ട്. പണ്ടൊക്കെ ഇവിടെ 5 രൂപയൊക്കെ ഉള്ളായിരുന്നു പാസ്. ഇപ്പോൾ കുട്ടികളാണെങ്കിൽ 10 രൂപയും മുതിർന്നവരാണെങ്കിൽ 20 രൂപയാണ് പാസ് വരുന്നത്. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് വരുമ്പോഴത്തേക്കിന് കാണുന്നത്. ഇവിടെ വരുന്നത് നമുക്ക് ഇതേപോലെ ബനാന ഒക്കെ വാങ്ങിച്ചിട്ട് നമുക്കിതിന് ഫീഡ് ചെയ്യാനായിട്ടൊക്കെ പറ്റും. നമ്മുടെ സച്ചു പറയുന്നുണ്ട് ഇത് നേർച്ചയാണ്, പക്ഷെ എനിക്കുള്ളതാണെന്ന് അറിയില്ല ഗൈസ്. ഇതിലേക്കൂടെയാണ് നമ്മുടെ ആനകളൊക്കെ ഇറങ്ങി നീരാടുന്നത്, വെള്ളം കുടിക്കുന്നത് ഒക്കെ. ആന പാപ്പാമാരാന്ന് തോന്നുന്നു ഗൈസ് അതൊക്കെ. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ആനപ്പിണ്ടത്തിൽ ചവിട്ടിയ മുടി പെട്ടെന്ന് വളരുമെന്ന് പറഞ്ഞു. ഈ ഒരു സംഭവത്തിലാണ് ഈ ആനകളെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, ചട്ടങ്ങളെല്ലാം പഠിപ്പിക്കുന്നത്. തടിയാണെന്ന് തോന്നുന്നു കേട്ടോ. റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അല്ല കേട്ടോ, എന്നെ എല്ലാവരും കളിയാക്കുന്നു, ചട്ടം പഠിപ്പിക്കുന്നതാണ് ഗൈസ്. ഗൈസ് എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ആനപ്പിണ്ടത്തിൽ ചവിട്ടിയ മുടി വളരുമെന്നൊക്കെ ഒരുപാട് പേര് പറഞ്ഞിട്ട് അംഗനവാടിയിലൊക്കെ പോകുന്നിട്ട് ആനപ്പിണ്ടത്തിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ട് കണ്ണടച്ചിട്ട് കയറി ചവിട്ടുമായിരുന്നു ഗൈസ്. വലുതായി കഴിഞ്ഞപ്പോഴത്തേക്കിനാണ് എനിക്ക് മനസ്സിലായത് അങ്ങനെയൊന്നും ചെയ്താൽ മുടിയൊന്നും വളരത്തില്ലെന്ന്. എന്നെ ആരൊക്കെയോ പറ്റിച്ചതായിരുന്നു ഗൈസ് അന്ന്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഒരു ആനയുടെ കുളിസീനാണ്. പട്ടിയുണ്ടെന്ന് തോന്നുന്നു ഇവിടെ. അതിനെ തല്ലി നിൽക്കണ്ട, അതെന്ത് ചാടിയും തോന്നുന്നു. നമ്മളെ കണ്ടപ്പോൾ ചാടിയും തോന്നുന്നു. അടി കിട്ടി പാവം. ഈ ആനനെ കുളിപ്പിക്കുന്നവരെയൊക്കെ ശരിക്കും സമ്മതിക്കണം. ഒരു തൊണ്ടും പിന്നെ വേറെ എന്തൊക്കെ എടുത്തിട്ടാണ് അവർ കുളിപ്പിക്കുന്നത്. ഇപ്പോൾ ഞങ്ങളെ ആദ്യം കണ്ടപ്പോഴത്തേക്കിന് ഈ ആന ചെതറി എണീച്ചു. ശരിക്കും അങ്ങനെ ചെതറി എണീക്കുമ്പോഴത്തേക്കിന് ഈ കുളിപ്പിക്കുന്നവരുടെ കാലും കൈയൊക്കെ സ്ക്രാച്ച് ആകാൻ ഭയങ്കര ചാൻസ് ഉണ്ട്. എന്തോ പ്രശ്നമുണ്ട് ഈ ആനയ്ക്ക് എന്തോ നമ്മളെ കണ്ടപ്പോൾ തൊട്ട് അത് കുറച്ച് സീനാണ്. എനിക്ക് ആ ആനേനെ കണ്ടപ്പോൾ എന്തോ ഭയങ്കര സങ്കടം തോന്നുന്നു, എന്തോ ഭയങ്കരമായിട്ട് ശോഷിച്ചതുപോലൊക്കെ. ഇവനിച്ചിരി ഇടങ്ങേറാൻ തോന്നുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ആടി കളിക്കുന്നു. എങ്ങാനും ഇത് സ്ട്രെയിറ്റ് വെള്ളം വന്ന് എന്നെ ഇടിച്ചിട്ടാ തീർന്നു. ഇവൻ്റെ നിപ്പും ആട്ടവും ഭാവവും ഒക്കെ കണ്ടിട്ട് എന്നെ ഉന്നം വെക്കുന്നൊരു ഫീല്. പണ്ടൊക്കെ എല്ലാവരും പറയും ആന കുത്താൻ വന്നാൽ ചരിഞ്ഞോടിയാൽ മതി. എങ്ങാനും ഇവൻ വന്നിട്ടുണ്ടെങ്കിൽ ഞാനും ചരിഞ്ഞോടും. കണ്ട അതിൻ്റെ അപ്പുറം ഒരു അപ്പൂപ്പൻ ആനയാണ് തോന്നുന്നു കേട്ടോ. ഇത് നല്ല ചുള്ളനാണെങ്കിൽ അവന് കൂഞ്ഞൊക്കെ വന്നൊരു അപ്പൂപ്പൻ ആനയാണ്. ഇവനെന്തോ പ്രശ്നമുണ്ട്. ഇവൻ കുറച്ചു നേരമായിട്ട് ഇതെല്ലാം എടുത്തറിയും. ഇവൻ്റെ ലക്ഷണമൊക്കെ കണ്ടിട്ട് കുറച്ച് മത ഇളകുന്നൊരു സീനാന്ന് തോന്നുന്നു കേട്ടോ. ബാക്കി എല്ലാ ആനകളും അവിടെ ഭയങ്കര ഇതായിട്ട് നിൽക്കുന്നത്. ഇവനിച്ചിരി ഇടങ്ങേറാണേ. അവന് കുളിക്കുന്ന വെള്ളം തന്നെ എനിക്ക് ഇഷ്ടമല്ലെന്ന് തോന്നുന്നു.
പല ആനകൾക്കും പല ഇതാന്ന് തോന്നുന്നു കേട്ടോ. അപ്പം സത്യം പറഞ്ഞാൽ നമ്മളൊരു ആനയെല്ലാം ഒരേ കളറല്ലേ, ഒരു ഷേപ്പ് അല്ലേന്ന്. പക്ഷെ അല്ല, എല്ലാ ആനയ്ക്കും ഇല്ലേ പല പല ലുക്കാണ് വരുന്നത്. ഇത് കണ്ടോ, ഇതിൻ്റെ രണ്ട് തലയുടെ അവിടെ കണ്ടുമ്പോഴ പോലെ. ഇത് പെണ്ണാന്ന് തോന്നുന്നു കേട്ടോ. പൊട്ടൊക്കെ തൊട്ടിട്ടുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക്. 63 ആനകളെങ്ങാണ്ടായിരുന്നു ഇവിടെ നേരത്തെ ഉണ്ടായിരുന്നത്. നമ്മളിങ്ങോട്ട് വരാൻ നേരത്തെ എല്ലാവരും പറഞ്ഞത് പണ്ട് ഇവിടെ 63 സംതിങ് ആന ഉണ്ടായിരുന്നു. അപ്പം നമ്മളൊരു 15 അല്ല, ഒരു 20 ആനയോളം നമ്മളിപ്പോൾ കണ്ടിട്ടുണ്ട്. എല്ലാ ആനകളുടെയും കീഴിലായിട്ടേ ഓരോ പാപ്പാമാരും ഒക്കെ ഉണ്ട്. ഇപ്പോൾ ഓരോ ഇതിന് ഓരോ ഇവിടെ ഒരു ദേവദാസ് എന്ന് പറയുന്ന ഒരു ആനയുണ്ട്. ഇപ്പോൾ ഓരോ അമ്പലത്തിലും കൊണ്ടുവന്നത് ഇവരെ ഓരോരുത്തരെ ആയിരിക്കും. ദേവദാസ് ഇച്ചിരി സീനാട്ടോ. നല്ല ഉരച്ച് തന്നെയാണ് നമ്മുടെ ആനകളെ എല്ലാം കുളിപ്പിക്കുന്നത്, നല്ല ബ്രഷൊക്കെ ഇട്ട്. അതുകൊണ്ടൊക്കെ അതിൻ്റെ നഖമൊക്കെ നല്ലതുപോലെ ഉരച്ച് വെളുപ്പിക്കുന്നത്. നമ്മുടെ തൃശ്ശൂർ പൂരം പോലുള്ള ഉത്സവങ്ങളിലെല്ലാം ഇവിടെ നിന്നാണ് ആനകളെ കൊണ്ടുവന്നത്. അപ്പം കൊണ്ടുപോകുമ്പോൾ നമ്മൾ സുന്ദരരായി പോകുന്നത് പോലെ തന്നെ ഇവരൊക്കെ നല്ല സുന്ദരരായി മിടുക്കരായി പോകണ്ടേ. അവിടെ എവിടെയൊക്കെ ആയിട്ട് കുറച്ച് കാടുകളിലായിട്ടൊക്കെ ആനയൊക്കെ ഉണ്ട്. ഈ ആനപ്പിണ്ടത്തിലാണ് പണ്ട് നമ്മൾ കാണാതെ ചവിട്ടുമ്പോഴത്തേക്കിന് ഈ ആനപ്പിണ്ടത്തിലാണ് ഇവിടെ നിറയെ ആനപ്പിണ്ടവാ. ആർക്കെങ്കിലും മുടി വളരണോന്നുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ ഈ ആനപ്പിണ്ടത്തിൽ വന്ന് എല്ലാവരും ചവിട്ടിയാൽ മതി കേട്ടോ. കണ്ട്, ഈ ആനയ്ക്കും വേറെ ഷേപ്പ്. ഇതൊരു പെണ്ണാന്ന് തോന്നുന്നു കേട്ടോ. ഇതിനൊക്കെ നല്ല കുഞ്ഞു മുടിയൊക്കെ ഉണ്ട് തലയില്. പെണ്ണില്ലെന്നൊക്കെ പറയുന്നു. ഗൈസ്, എൻ്റെ അറിവില് ആനകൾക്കെല്ലാം നല്ല ബ്ലാക്ക് കളറാണ്. പക്ഷെ ഇവൻ എന്തോ വെള്ള കളറേ. അപ്പം ഇങ്ങനെ വെള്ള കളറുള്ള ആനകൾ എന്താ 2 കളറുടെ മിക്സ് ആണോ അത് വേറെ എന്തെങ്കിലും ആണോ എന്നൊക്കെ ഉള്ള ഒരു ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇടണേ. ഇവിടെ ഏതോ ആനനെ നിർത്തുന്നതാന്ന് തോന്നുന്നു കേട്ടോ. ഇവിടെ മൊത്തം ആനയപ്പിയും വെള്ളവും എല്ലാം അവിടെ മിക്സായി കിടക്കുക. ഇത് അവിടെയോട്ടൊക്കെ കുറേ ഉണ്ട്. പക്ഷെ നോ എൻട്രി കാണിക്കുന്നുണ്ട്. നമുക്ക് ജീവന് ഭയം ഉള്ളതുകൊണ്ട് നോ എൻട്രി ഏരിയയിലോട്ടൊന്നും ഞാൻ പോകുന്നില്ല. നമ്മൾ ഈ കുന്നത്തൂർ കോട്ടയിൽ വരുമ്പോഴത്തേക്കിന് ഇവിടെ ഒരു സെക്ഷനിൽ നോ എൻട്രി എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. ഇവിടെ ഒരാളൂടെ ഉണ്ട് കേട്ടോ. അതെന്താ കാണിക്കുന്നതെന്ന് അറിയുമോ? ഈ മതവിളകിയ ആനകളെല്ലാം ഒരുമിച്ച് കൊണ്ട് ഈ ഏരിയയിലോട്ട് കൊണ്ടിടും. ഇപ്പം തൽക്കാലത്തേക്കിന് ഇവിടെ ഒരു 5-6 ആനയ്ക്ക് മതവിളകിയിട്ടുള്ളേ. ഇത് അതിൻ്റെ ഇടയിലൊക്കെ ഉണ്ട്, കണ്ട. എന്നാൽ 5-6 ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ വരുന്നവരാരും ഈ നോ എൻട്രി സ്ഥലത്തോടൊന്നും പോകല്ലേ. ഈ ആന ടെററാണ്, ഇങ്ങോട്ട് പോകുന്നവർ ശ്രദ്ധിക്കണം. നോ എൻട്രി ആണ്. ഈ ആനയുടെ പേരാണ് ഗുരുവായൂർ നന്ദൻ. ഈ ആനയാണ് കേരളത്തിലെ ഏറ്റവും കൂടിയ വെയിറ്റ് കൂടിയ ആന. ശരിയാട്ടോ, നമ്മളിത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് 2 സൈഡ്. അങ്ങനെ കൊടുക്കുന്നത് മീൻ എന്താ പറയുക, നേർച്ചയൊക്കെ ഇടില്ലേ, അതുപോലെ കൊടുക്കുന്നത് നടക്കിരിക്കുന്നു അമ്പലത്തിൽ. ആനയുടെ കൂടെ കൊടുക്കുന്നു, നമുക്ക് തിന്നാനുള്ള ദേവസ്വം കൊടുക്കും. തൃശ്ശൂരൻ കഥകൾ പറഞ്ഞു കൊടുക്കുന്നു, ചങ്ങനാശ്ശേരിക്കാരും എല്ലാം കേൾക്കുന്നു. തൃശ്ശൂരല്ല കേട്ടോ, ഗുരുവായൂർ എല്ലാം എടുക്കുന്നുണ്ട്. ഇവിടെ ഇല്ലേ എല്ലാ ആനകൾക്കും കുറേ ഇത് കഴിക്കാനായിട്ട് പന കൊടുക്കുന്നുണ്ട്. പക്ഷേ എല്ലാ ദിവസവും ഒരുപാട് പനകൾ വേണ്ടേ. ഇവിടെ ഒരുപാട് ആനകളുണ്ട്. അപ്പോൾ എല്ലാവർക്കും കൂടെയുള്ള പനയൊക്കെ ഇത് എവിടെ നിന്നായിരിക്കും കൊണ്ടുവരുന്നത് അല്ലേ. നമ്മുടെ അതിൻ്റെ അകത്ത് തന്നെ ഗുരുവായൂർ ദേവസ്വം ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾ സ്റ്റാള്. നമുക്ക് ആനകൾക്ക് ഫീഡ് ചെയ്യണമെങ്കിൽ ഇവിടെ നമുക്ക് ഐറ്റംസ് വാങ്ങിച്ചിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. നമുക്ക് വരുന്നവർക്ക് വലിയ വണ്ടികളും കൊണ്ടൊക്കെ വന്നാലും പാർക്കിംഗ് സൗകര്യങ്ങളെല്ലാം ഒരുപാടുണ്ട്. പിന്നെ ഇവിടെ അഡൾട്ട്സിന് 20ഉം ചിൽഡ്രൻസിന് 10 രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത്. രാവിലെ 8 AM ടു വൈകുന്നേരം 5 മണി വരെയുള്ളൂ നമുക്ക് എൻട്രി ടൈം. ഇവിടെ വിശക്കുന്നുണ്ടായിരിക്കും.
നമ്മൾ ഈ പുന്നത്തൂർ കോട്ടയിൽ വന്നിട്ട് ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഒരുപാട് ആനകളെല്ലാം കണ്ടിട്ടുണ്ട്. അപ്പം ഞങ്ങളുടെ ആനകളുമായിട്ടുള്ള വിശേഷം ഇത്രേ ഉള്ളൂ. ബൈ.